മനുഷ്യന് ഭയങ്കര ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു പരിപാടിയായി തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ അല്ലേ? അത് ശരിയാണ്. ഇതിപ്പോ തന്നെയല്ലേ പരിപാടി? ഇത് വേണ്ടായിരുന്നു അല്ലേ? ഇത് വേണ്ടായിരുന്നു. വോട്ടെടുപ്പുണ്ടാകുമ്പോൾ ഇടത് കൈയിലെ ചൂണ്ടുവിരലിലാണ് മഷി പതിക്കാർ. അങ്ങനെ നിലമ്പൂരുകാർ മൂന്നാമത്തെ തവണ ഒരു വർഷത്തിനിടെ മഷി പതിക്കുകയാണ് കയ്യിൽ. ഒരു വർഷത്തിനിടെ മൂന്നാമത് വരുന്ന തെരഞ്ഞെടുപ്പിനോട് നിലമ്പൂരുകാരുടെ പ്രതികരണം എന്താണെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. നിലമ്പൂരിലൊന്ന് രാഷ്ട്രീയക്കാർക്കും മാധ്യമപ്രവർത്തകർക്കും എല്ലാം ഉച്ചയൂണ് കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു ഇടത്തിലാണ് നമ്മളുള്ളത്, ഒരു ഹോട്ടലിൽ. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഈ കയ്യിൽ മഷി പുരട്ടുന്ന കാര്യം. നിലമ്പൂരിലെ വോട്ടറാണോ? നിലമ്പൂരിലെ വോട്ടറാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നിങ്ങൾ 3 തവണ വോട്ട് ചെയ്തു, എന്തോ തോന്നുന്നു? അല്ല, അടുത്ത കുട്ടികൾക്കുള്ള പരിശീലനം ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുപ്പ് നടന്ന സ്ഥലം നിലമ്പൂരാണല്ലേ. അതൊക്കെ വരാൻ പോവുകയാണ്. നിലമ്പൂരിലെ വോട്ടറല്ലേ? നമുക്ക് ഫുഡ് തന്ന് നമ്മളെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ചേട്ടനാണ്. നിങ്ങൾ മൂന്നാമത്തെ തവണയാണ് ഒരു വർഷത്തിനിടെ വോട്ട് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഈ കയ്യിൽ, പിന്നീട് ഈ കയ്യിൽ, വീണ്ടും ഒരു കയ്യിലും കൂടെ പുരട്ടുകയാണ്. എന്താ തോന്നുന്നു? സന്തോഷങ്ങളോ പൂക്കാലാണ് തെരഞ്ഞെടുപ്പ് വരുന്നത്. അതെ, എന്താ തോന്നുന്നു? അത് വേണ്ടാത്തൊരു ഇലക്ഷനായിരുന്നു. കാരണം വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഓരോ ഇലക്ഷൻ വരുമ്പോഴും വരുന്ന നഷ്ടങ്ങളൊക്കെ പബ്ലിക്കിനല്ലേ, പൊതുജനങ്ങൾക്കല്ലേ. അൻവർ രാജിച്ച കേസിലാണ് വന്നത്. ഇവർക്ക് രാജിവെക്കാൻ നിൽക്കാമായിരുന്നു. ചെറിയ പീരീഡല്ലേ ഉള്ളൂ. ആവശ്യമുള്ള തെരഞ്ഞെടുപ്പായിരുന്നോ? ആവശ്യമല്ല, എന്നാലും 7 മാസം കഴിഞ്ഞ് രണ്ടാമതും കൂടി വരും. എന്നാലും ഇപ്പം നമ്മൾ ആരാണ് സൗകര്യം? മനുഷ്യന് ഭയങ്കര ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു പരിപാടിയായി തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ അല്ലേ? അത് ശരിയാണ്. ഇതിപ്പോ തന്നെയല്ലേ പരിപാടി? ഇത് വേണ്ടായിരുന്നു അല്ലേ? ഇത് വേണ്ടായിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മൂന്നാമത്തെ വോട്ടാണ് ചെയ്യാൻ പോകുന്നത്. ആവശ്യമുള്ള തെരഞ്ഞെടുപ്പായിരുന്നോ? ആവശ്യമുണ്ടായിരുന്നില്ല, എന്നാലും തെരഞ്ഞെടുപ്പ് വരുമല്ലേ, വോട്ട് ചെയ്യാം. എന്ന് നിങ്ങൾ ബുദ്ധിമുട്ടുന്ന 13 ദിവസമായി ഒരു സ്റ്റീം ചന്തകുന്ന് സ്റ്റാൻഡ് കയറിയിട്ട് എന്തിനാണ് ഈ വെറുതെ അലച്ച? അല്ലെങ്കിൽ ആ വണ്ടിക്കാരൊക്കെ ഒന്ന് ഒഴിവാക്കിച്ച. ഈ വണ്ടിക്കാരെയാണ് ബ്ലോക്ക് ആക്കുന്നത് ഫുള്ളായിട്ട്. ഈ ഒരു വർഷത്തിനിടയിൽ മൂന്നാമത്തെ തവണയാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്, എന്തോ തോന്നുന്നു? ഒന്നുമില്ല, ഇലക്ഷനല്ലേ, ഞങ്ങൾ പ്രിപ്പയർഡാണ്. ഒരു വർഷത്തിനിടെ മൂന്നാമത്തെ വോട്ടാണ് ചെയ്യാൻ പോകുന്നത്. നല്ല ഇലക്ഷനാണ് വരുന്നത്, കുഴപ്പമില്ല. ആർക്ക് ചെയ്യണോ തീരുമാനിച്ചാ? സ്വരാജ്. വോട്ടുണ്ടോ? വോട്ട് ചെയ്തിട്ടുണ്ടോ നേരത്തെ? ആദ്യമായിട്ട് വോട്ട് ചെയ്യാണ്. വോട്ട് ചെയ്യണമെന്ന് ആർക്കും തീരുമാനിച്ചു? ഇല്ല. ഇനി എപ്പോൾ തീരുമാനിക്കും? തീരുമാനിച്ചാൽ ആർക്കാ വോട്ട് ചെയ്യാൻ അറിയണില്ല. ഇതൊരു വൃത്തികെട്ട പരിപാടിയായി പോയി. PV അൻവർ വെറുതെ ആവശ്യമില്ലാതെ ജനങ്ങളെ വെറുതെ കടക്കാരാക്കുകയാണ്. കൊല്ലത്തിൽ 3 ഇലക്ഷൻ, ഇനിയിപ്പോൾ 10 മാസം കഴിഞ്ഞാൽ വീണ്ടും വരികയാണ്. ഇതിന് നമ്മൾ കടം വീട്ടാൻ നിൽക്കണം.